ബാലൻ ദ ബോയ് ട്രെയിലർ കണ്ടു. ഫസ്റ്റ് ഓഫ് ഓൾ ഈ ട്രെയിലർ കണ്ട സമയത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് കാര്യങ്ങൾ, ഒന്ന് ഇതിൻ്റെ ആസ്പെക്ട് റേഷ്യോയും, രണ്ട് ഇതിൻ്റെ കളർ ടോണുമാണ്. എനിക്ക് ഭയങ്കര ലൈക്കാണ് ഈ ഒരു ടൈപ്പ് ആസ്പെക്ട് റേഷ്യോയിൽ ഇറങ്ങുന്ന സിനിമകൾ. പിന്നെ ഈ ഒരു കളർ ടോണും അത് തിയേറ്ററിൽ കാണുന്ന സമയത്ത് ഭയങ്കര വൺ എക്സ്പീരിയൻസ് ആവാനുള്ള സാധ്യത ഉണ്ട്. പിന്നെ അറിയാലോ, വലിയ രീതിയിലുള്ള പ്രൊമോഷനൊന്നും കൊടുക്കാതെ ഇറങ്ങുന്നൊരു സിനിമയാണ്. സത്യം പറഞ്ഞാൽ ഈ സിനിമ കേട്ട സമയത്ത് ഞാൻ വിചാരിച്ച ഒരു അവാർഡ് പടം ആയിരിക്കാനുള്ള സാധ്യത കൂടുതലാണെന്നുള്ള രീതിയിലാണ് മനസ്സിലാക്കിയത്. പക്ഷേ ട്രെയിലർ കണ്ട സമയത്ത് ദർ ഈസ് സംതിങ് ഗോണ ഹാപ്പൻ എന്നൊരു പരിപാടിയുണ്ട്. ഭയങ്കര മിസ്റ്റീരിയസ് ആയിട്ട്, ഭയങ്കര ത്രില്ലിംഗ് ആയിട്ടാണ് ഇവർ ഇതിൻ്റെ ട്രെയിലർ സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ അഭിനയിച്ചിരിക്കുന്ന ആ ഒരു പയ്യന്, പിന്നെ പയ്യൻ്റെ അമ്മയായിട്ട് അഭിനയിച്ചിരിക്കുന്ന ലേഡി, രണ്ടുപേരുടെയും ട്രെയിലറിലെ പെർഫോമൻസ് ഉഗ്രനായിരുന്നു. പിന്നെ ചെറിയൊരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ ടൊവിനോ വന്നു പോകുന്നുണ്ട്. എക്സ്റ്റൻഡഡ് ക്യാമിയോ റോളോ അല്ലെങ്കിൽ ക്യാമിയോ റോളോ ആയിരിക്കാം. അപ്പം ഇതിൻ്റെ ഡയറക്ടറെ പറയാൻ വിട്ടുപോയി, ചിദംബരം, ഡയറക്ടർ ഓഫ് മഞ്ഞുമൽ ബോയ്സ്. അപ്പം പുള്ളിക്കാരൻ എപ്പോഴെങ്കിലും അവസാനം മഞ്ഞുമൽ ബോയ്സ് പിന്നെ 2 വർഷത്തിന് ശേഷമാണല്ലോ, അപ്പം എന്തെങ്കിലുമൊക്കെ ഒന്ന് പ്രതീക്ഷിക്കാം. പിന്നെ ഇതിൻ്റെ റൈറ്റർ ജിത്തു മാധവൻ, പുള്ളിക്കാരൻ അവസാനം റൈറ്റ് ചെയ്ത പടം വൻ ഫ്ലോപ്പായിരുന്നു, പൈങ്കിളി. പക്ഷേ ആവേശവും രോമാഞ്ചവും ചെയ്ത ആളാണല്ലോ. അപ്പം അതിൻ്റെ ഒരു ക്വാളിറ്റി, അതായത് ഇവർ രണ്ടുപേരും കൂടി ചേരുമ്പോൾ ആ ഒരു കോംബോ കിടിലാവാനുള്ള സാധ്യത ഉണ്ട്. സോ 19-ാം തീയതി റിലീസ് ചെയ്യുന്ന പടമാണ്. സോ വെയിറ്റ്.